ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ എങ്ങനെ പോകുന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ ഈ അച്ചമ്മനെ കച്ചപ്പെട്ട് പിടിച്ച് കയറ്റി കൊണ്ടുവന്ന് വേറെ എങ്ങോട്ടല്ല, ഞങ്ങൾ നീലിശ്വരത്തേക്ക് പോവാം. നമ്മുടെ തക്രീസിനെ കൊണ്ടുപോകില്ല കേട്ടോ. എന്തെന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിലേക്കും കൂടി പോകണം. നമുക്ക് ആൻറ്റി ഗൾഫിലേക്ക് പോവാം. അപ്പോൾ അവർ ലീവിന് ഇങ്ങോട്ട് വന്നേക്കായിരുന്നു. ആൻറ്റിയും ഹസ്ബൻഡും മോനും കൂടി ബഹ്റിനിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അവരെ വീട് നീലിശ്വരത്താണ്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ എയർപോർട്ടിൽ പോകും. പച്ചൻ്റെ ഗേറ്റൊക്കെ പൊട്ടി വരുമ്പോൾ തക്കുടാന്ന് അവിടെ നിന്ന് ഭയങ്കര കുറെ എന്നെ കൊണ്ടുപോടാ എന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾക്ക് കാണണ്ടാവോ, കാരണം ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ പാടങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നു. പോയി നമ്മൾ കല്ലേറ്റിങ്ങര എത്തി ഗൈസ്. കല്ലേറ്റിങ്ങര ഇങ്ങനെ പാലവും കയറി ഞങ്ങൾ പോവുകയാണ്. പോകുന്ന വഴിയിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈകുന്നേരം യാത്ര ചെയ്യാന്നുള്ളത്. അങ്ങനെ പോയി ഞങ്ങൾ പോട്ട പാലത്തിൻ്റെ അവിടെത്തി. അതുവഴി നേരെ നമ്മൾ തിരിഞ്ഞ് ഇനി ഹൈവേയിലേക്കാണ് കയറാൻ പോകുന്നത്. ഇനി ഹൈവേക്ക് കയറുന്നു ഗൈസ്. ദേ അച്ഛൻ അമ്മ അച്ഛമ്മയൊക്കെ ബാക്കിലിരിക്കുന്നുണ്ട്. എനിക്കെപ്പോഴും ഫ്രണ്ട് സീറ്റാണ് ഇഷ്ടം. പിന്നെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറി. ദേ അങ്ങനെ അങ്കമാലി അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവരെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ വഴിയിലെത്തി. എന്നാൽ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ കയറ്റാൻ പറ്റിയില്ല. പിന്നെ വേറെ വണ്ടികളൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഞങ്ങൾ കാറ് കയറ്റിയത്. അങ്ങനെ ഞാൻ പയ്യെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. ഇങ്ങനെ ഡോറൊക്കെ തുറന്നു അച്ഛമ്മയും അമ്മയൊക്കെ അതേ ബാക്കിൽ കൂടെ ഇറങ്ങുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലെത്തിയിട്ടോ. എന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പുലർച്ചെ 4 മണിക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇപ്പോൾ ഇത് 4:15 ആയിട്ടുണ്ട്. ഇങ്ങനെ 4 കാറുകളിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോണതൊക്കെ ഞാനിങ്ങനെ നിങ്ങൾക്ക് കാട്ടിത്തരാം. മനസ്സിൻ മഴയിൽ അലയായി ഞാൻ ദൂരെ ഏതേതോ മേഘം പോലെ അലയുന്നു മോഹം തേടി. അങ്ങനെ ഫ്രണ്ട്സ്, ദേ നമ്മൾ എയർപോർട്ടിലേക്ക് കടക്കാൻ കേട്ടോ. ഈ 4 വണ്ടികളും ഇങ്ങനെ ഫ്രണ്ടിൽ 2 വണ്ടിയും ബാക്കിൽ ഇനി 1 വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ. അത് കൂടി വരുന്നുണ്ട്. അങ്ങനെ എയർപോർട്ടിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും കാറുകളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ. അച്ഛമ്മേനെ അമ്മ പിടിച്ച് നിൽക്കുന്നുണ്ട്. അവർ ബാക്കിയുള്ളവരൊക്കെ അത് ലഗേജുകളൊക്കെ കാറിൽ നിന്ന് ഇറക്കി വെക്കുകയാണ്. ടൈമൊക്കെ ആവാറായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ലഗേജ് ഇടുന്നുണ്ട്. അവരോട് നടക്കുക. ഞാനങ്ങ് അവിടെ എവിടെയൊക്കെ വീഡിയോസൊക്കെ പിടിച്ച് കിടന്ന് നടക്കുകയാണ്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച്. അച്ഛൻ്റെ ലഗേജുകളൊക്കെ ഇങ്ങനെ തള്ളി നടക്കുന്നുണ്ട്. കൂടെ അച്ഛൻ അമ്മേനെ പിടിച്ച് ഒരു വെറുതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ മാമൻ അമ്മയൊക്കെ ഇത് അങ്ങോട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് കയറി. പിന്നെ ലഗേജുകളൊക്കെ ചെക്കിങ്ങിനൊക്കെ കൊടുത്തിട്ട് അവർ വാങ്ങിച്ച കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചിട്ട് പോകുന്നു. അവരോട് ടാറ്റ ബൈ ബൈയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ്. എനിക്ക് നേരം വെളിച്ചം വന്നു പോയി. അപ്പോൾ നല്ല ഭംഗിയുണ്ട് എയർപോർട്ടിലാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. ഈ ഫ്ലൈറ്റുകളൊക്കെ അവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നേരം കുറച്ച് ഫ്ലൈറ്റ് ഉള്ളൂ. പിന്നെ നേരെ ഓരോ
ടെർമിനലുകൾ കാണുന്നു. പിന്നെ ഇത് സോളാറാണ് ഫുള്ള് തന്നെ, പാർക്കിങ് ഫുള്ള് അതിൻ്റെ മുകളിൽ സോളാറായതുകൊണ്ട് അങ്ങനെ. ഇത് അച്ഛൻ നല്ല ഉറക്കമായി, അമ്മയും അച്ഛമ്മയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത്. ഞാനും ഇനി അങ്ങനെ ഗൈസ് വീട്ടിലെത്തി. ഇനി പോയി കുറച്ച് നേരം കിടന്ന് നല്ല ഉറക്കം ഉറങ്ങണം. അപ്പോൾ ബൈ.